ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പൊ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി ഭാഗമായിട്ട് പറയാൻ പോകുന്നത്. അങ്ങനെ ദേവീനെ ആ വീട്ടിലെല്ലാവരും പതുക്കെ പതുക്കെ വെറുത്തു തുടങ്ങുന്ന ഭാഗമാണ് നമ്മൾ മലയാളത്തിൽ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ മിത്രടുത്ത് ദേവി ഇന്നലെ സോറി പറഞ്ഞു. ഇന്ന് മീനാക്ഷിയായിട്ട് പിണങ്ങിയതിനെ മീനാക്ഷി അടുത്ത് നാളെ സോറി പറയും കേട്ടോ. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ ദേവി ആകെ വിഷമിച്ചിരിക്കായിരിക്കും കേട്ടോ. കാരണം ആരും മിണ്ടാനില്ല തന്നോട്. ആകെ മിണ്ടുന്നത് ബാലച്ചനും തന്റെ ഭർത്താവും മാത്രം. വേറെ ആർക്കും തന്നെ ഇഷ്ടമില്ല. ആരും മിണ്ടുന്നില്ല. ആ ഒരു വിഷമം ദേവിയുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ട് കേട്ടോ. അങ്ങനെ ദേവി ആരോടും മിണ്ടാതെ മുറ്റത്തിരിക്കുന്ന സമയത്ത് ഗോമതി ആ ഒരു നിപ്പും ഇരിപ്പൊക്കെ നമ്മുടെ ഗോമതിക്ക് വളരെ വിഷമം തോന്നും കേട്ടോ. ഗോമതി നമ്മുടെ ദേവിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. മോളെന്താ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കണേന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല അമ്മയെന്ന് പറയാണ്. എന്താ മോളെ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ മോൾക്ക് എന്താ വിഷമമുള്ള പോലെ ഉണ്ടല്ലോ, എന്തായാലും അമ്മയടുത്ത് പറ, മോളുടെ അമ്മേനെ പോലെ കഴിഞ്ഞിട്ട് എന്നോട് പറ എന്ന് പറയാണ്. ദേവി പറയണ്ട്, എന്റെ അമ്മേനെ പോലെ എനിക്ക് ഒരിക്കലും കാണാൻ പറ്റില്ല. കാരണം എന്തറിയാവോ? കാരണം ഗോമതി അമ്മ തന്നെയാണ്. എന്നെ ഒരിക്കലും സ്വന്തം മകളായിട്ട് കണ്ടിട്ടില്ല. മിത്ര ഗോമതി അമ്മയുടെ ചേട്ടന്റെ മകളാണ്. അതുപോലെ തന്നെ മീനാക്ഷി ആണെങ്കിൽ നല്ല പഠിപ്പുണ്ട്, വിദ്യാഭ്യാസം ഉണ്ട്, വിവരമുണ്ട്, അതുപോലെ നല്ല ജോലിയുള്ളൊരു പെണ്ണായതുകൊണ്ട് തന്നെ മീനാക്ഷിയുടെ അമ്മക്കും അച്ഛനൊക്കെ ഭയങ്കര കാര്യമാണ്. ഞാനല്ലേ ഇവിടെ, എനിക്കല്ലേ ആർക്കും ഇഷ്ടമല്ലാത്തത്. ബാലച്ചനെ മാത്രമല്ല എന്നെ ഇഷ്ടപ്പെട്ടിട്ട് ആനന്ദേട്ടനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചത്. അതുകൊണ്ട് ആർക്കും എന്നോട് വലിയ ഇഷ്ടമൊന്നുമില്ല. മിത്ര മീനാക്ഷി നല്ല കൂട്ടാണ്. അവർ നല്ല കൂട്ടായിട്ട് സംസാരിക്കുകയും കളിക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യും. പക്ഷെ എന്നോട് മാത്രം അവരോട് കൂട്ടുകൂടില്ല. ഞാൻ എന്റെ ക്യാരക്ടർ ഇങ്ങനെ ആയതാണോ അവര് കൂട്ടുകൂടാത്തതിന് കാരണം? മോളെന്താ ഇങ്ങനെയൊക്കെ ഭയങ്കര വിഷമത്തോടെ പറഞ്ഞത്? അങ്ങനെയൊന്നും ഇല്ല മോളെ. അവർക്ക് ചിലപ്പോ ദേഷ്യം എന്തെങ്കിലും പറയും, പക്ഷെ അവരപ്പൊ തന്നെ കൂടും. അങ്ങനത്തെ സ്വഭാവമാണ്, അല്ലാണ്ട് ദേഷ്യം മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാറൊന്നുമില്ല. ആ സമയത്ത് ദേവി പറയണ്ട്, ശരിയാ, ദേഷ്യം മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാറില്ല. അവരുടെ പരസ്പരം കാര്യത്തില് മിത്ര എന്തെങ്കിലും പിണങ്ങി കഴിഞ്ഞാൽ മീനാക്ഷി അടുത്തേക്ക് പിണക്കം അങ്ങനെ സഹിക്കാൻ പറ്റില്ല. അപ്പൊ തന്നെ മിത്ര അടുത്ത് പോയി മിണ്ടും സംസാരിക്കുകയൊക്കെ ചെയ്യും. അതുപോലെ തന്നെ മീനാക്ഷിയുടെ മുഖം ഒന്ന് മാറിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ മിത്ര പോയിട്ട് മീനാക്ഷി അടുത്ത് പോയി സംസാരിക്കും. പക്ഷെ അതേസമയം എന്റെ കാര്യത്തിലാണെങ്കിൽ ഞാൻ വിഷമിച്ചിരുന്നാലോ ആരെങ്കിലും എന്നെ വഴക്ക് പറഞ്ഞാലോ ഒന്ന് ചോദിക്കാനോ പറയാനോ ആരും തന്നെ ഇല്ല. അമ്മ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. അമ്മ എന്റെ സ്വഭാവം ഇങ്ങനെയാണ്. ഞാൻ അങ്ങനെ ഒരുപാട് പേട്ട് അങ്ങനെ ഇടപഴകിയിട്ടൊരു ശീലമൊന്നുമില്ല. ആകെ വീട്ടിലെ അമ്മ, അച്ഛൻ, അനിയത്തി, പിന്നെ സ്കൂളിൽ പോയാണെങ്കിലും അവിടെ നിന്ന് പഠിക്കുക, തിരിച്ചു വരിക, അത്രേ ഉള്ളൂ. ഞാൻ ഒന്നും ചെയ്യാറൊന്നും ഇല്ല. ചിലപ്പോ അതുകൊണ്ടൊക്കെ എന്റെ ക്യാരക്ടർ ഇങ്ങനെ ആർക്കും ഇഷ്ടപ്പെടാത്തത്. പക്ഷെ ഞാൻ എല്ലാവരും നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ട്. മീനാക്ഷിയും ഇത്രയൊന്നും എന്നോട് മിണ്ടുന്നേ ഇല്ല. അവരെ പോലെ തന്നെയല്ലേ ഞാനും എന്ന് പറഞ്ഞിട്ട് കരയുവാട്ടോ. അതൊക്കെ ഗോമതിക്ക് ഭയങ്കര വിഷമമൊന്നുണ്ട്. ഗോമതി നമ്മുടെ ദേവീനെ നെഞ്ചോട് ചേർത്ത്, മോളെ, എന്റെ പൊന്നു മോളെ, നീ ഇങ്ങനെ കരയല്ലേ, നോക്ക്, നിന്നോട് ആരും പിണക്കമില്ല, ഒന്നുമില്ല. മീനാക്ഷി ഇത് വർക്ക് കഴിഞ്ഞിട്ട് വരട്ടെ, നമുക്ക് സംസാരിക്കാം, അവരുടെ മനസ്സിൽ ഒന്നും ഇല്ലെന്നേ എന്നൊക്കെ പറയണം. അങ്ങനെ മീനാക്ഷി രാത്രി വർക്ക് കഴിഞ്ഞ് വരുവാട്ടോ. വർക്കിന് വരുമ്പോഴേക്കും മീനാക്ഷിനും അതുപോലെ തന്നെ മിത്രനും ഗോമതി വിളിപ്പിക്കാൻ അടുക്കളയിലേക്ക്. അതിനുശേഷം പറയുന്നുണ്ട്, നോക്ക്, ദേവി ആകെ വിഷമത്തിലാണ്. ഇന്ന് അവള് ഒന്നും ആരോടും മിണ്ടിയില്ല, ഭക്ഷണം പോലും ശരിക്കും കഴിച്ചില്ല. നിങ്ങൾ രണ്ടുപേരും ഭയങ്കര കൂട്ടാണ്. ദേവിയുടെ ആ കൂട്ടിനെ കൂടുന്നില്ലെന്നൊക്കെയാ പറയണത്. അത് ഞങ്ങളുടെ കുഴപ്പമാണ്, ദേവിയുടെ പ്രത്യേക സ്വഭാവമാണെന്ന് അമ്മക്കറിയാലോ എന്ന് മിത്ര പറയുമ്പോ, അതെ ആയിക്കോട്ടെ, എല്ലാവരുടെ സ്വഭാവം ഒരുപോലെ ആയിരിക്കില്ലല്ലോ മോളെ, അവളുടെ സ്വഭാവം അങ്ങനെയാണ്. പക്ഷെ നിങ്ങളെയൊക്കെ ഭയങ്കര കാര്യമാണ് അവൾക്ക്, അത് എനിക്കിന്ന് മനസ്സിലായി. അത്രമാത്രം ആ കുട്ടിയുടെ മനസ്സിൽ വിഷമമുണ്ട്. നോക്ക്, എന്തൊക്കെ പറയുന്നത്, നിങ്ങളുടെയൊക്കെ ചേട്ടന്റെ ഭാര്യയാണ് അവൾ, നിങ്ങളുടെ ഏട്ടത്തിയാണ്. ആ ഒരു പരിഗണന എന്തായാലും ദേവിക്ക് കൊടുത്തേ പറ്റൂ. ദേവിയെടുത്ത് നിങ്ങളൊന്ന് സംസാരിക്കുക, പാവം ഭയങ്കര വിഷമത്തിലാണ് എന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ മിത്രയും മീനാക്ഷിയും കൂട്ട് ദേവിയുടെ അടുത്തേക്ക് പോവാട്ടോ. ദേവിയെടുത്തി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോ ദേവി റൂമിൽ തന്നെ ഇരിക്കുകയാണ്. ആ മിത്രയും മീനാക്ഷി എന്താന്ന് ചോദിക്കുകയാണ്. അല്ല, ഞങ്ങൾക്ക് പിണക്കമാണോ? ദേവിയെടുത്തി, ഞാനെന്തിനാ പിണങ്ങുന്നത്? നിങ്ങൾ എന്റെ അനിയത്തിയല്ലേ. എന്റെ വിദ്യേനെ പോലെ തന്നെ ഞാൻ നിങ്ങളെയും കാണാറുള്ളൂ. എന്നെയല്ലേ ആർക്കും ഇഷ്ടമില്ലാത്തത്. ഞാനെന്തിനും പറഞ്ഞാലല്ലേ ആർക്കും ഇഷ്ടപ്പെടാത്തത്. കുഴപ്പമൊന്നുമില്ല, പക്ഷെ നിങ്ങളെല്ലാവരും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്ന് പറയുമ്പോ ഇത്രയും മീനാക്ഷി ദേവീനെ കെട്ടിപ്പിടിക്കുകയാണ്. ദേവിയെടുത്ത് ഞങ്ങൾ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടല്ല. ദേവിയുടെ ചില കാര്യങ്ങളൊക്കെ ബാലച്ചനോട് ഇങ്ങനെ തുറന്നു പറയുമ്പോൾ അത് ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട്. കണ്ടില്ലേ ഞങ്ങളുടെ ഭർത്താക്കന്മാരെ, അച്ഛൻ എന്തുമാത്രം വഴക്ക് പറയണെന്ന്. ഞങ്ങളുടെ ഭർത്താക്കന്മാരെ വഴക്ക് പറയാൻ ഞങ്ങൾക്ക് സഹിക്കോ? ദേവിയെടുത്തി, ആനന്ദേട്ടൻ അങ്ങനെ വഴക്കൊന്നും പറയാറില്ല അച്ഛൻ, പക്ഷെ ആര്യനെ വഴക്ക് പറഞ്ഞതൊക്കെ ദേവിയെടുത്തി കാണാറുള്ളതല്ലേ. അത് അങ്ങനെയൊക്കെ പറയാട്ടോ മിത്ര. അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് വിഷമം വരും. അപ്പൊ ആര്യനെ വഴക്ക് പറയേണ്ടായ സാഹചര്യം ഉണ്ടാക്കിയ ആൾക്കാരോടും എനിക്ക് ദേഷ്യം തോന്നും. അത്രേ ഉള്ളൂ. ദേവിയെടുത്ത് ഞങ്ങൾക്ക് ദേഷ്യമൊന്നും ഇല്ല കേട്ടോ. എന്നിട്ട് അവർ കെട്ടിപ്പിടിച്ച് അങ്ങനെ വീണ്ടും ഭയങ്കര സ്നേഹത്തിലാവണം. പിന്നെ ഒരു പിണക്കവും കാര്യങ്ങളും ഇല്ല കേട്ടോ. പരസ്പരം അങ്ങനെ പറയും. ചെറിയ വിഷമങ്ങൾ ഉണ്ടെങ്കിൽ ദേഷ്യം ഉണ്ടെങ്കിൽ പരസ്പരം പറയും, തീർക്കും, അത്ര തന്നെ ഉള്ളൂ. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും നമ്മുടെ ഇത് ആര്യം മേടിച്ചെടുത്ത ആ ഒരു ചുരിദാർ ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ ഇത് വേറെ ലാംഗ്വേജിൽ മേടിച്ചെടുക്കുന്നത് ചുരിദാറല്ല, സാരി ആട്ടോ വാങ്ങിച്ചു കൊടുക്കണത്. ശരിക്കും ആ സാരി നമ്മുടെ മിത്ര ഉടുക്കുന്നത് അമ്പലത്തിലെ ഒരു പരിപാടിക്ക് വേണ്ടിട്ട് ഉടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന സാരിയാണ്. അങ്ങനെ മിത്രയുടെ അലമാര അങ്ങനെ ഒതുക്കുന്ന സമയത്ത് നമ്മുടെ ദേവി വരുന്നുണ്ട്. ആ മിത്ര പണിയിലാണോ? അതേ ചേച്ചി, ദേ ഈ അലമാരയൊക്കെ ഒതുക്കി പെറുക്കി വെക്കാൻ വേണ്ടി തീരുമാനിച്ചു. ആരിനെല്ലാം വലിച്ചു വാരി ഇട്ടിരിക്കുക. അതിനെന്താ, ഞാൻ കൂടി സഹായിക്കാലോ? വേണ്ട ദേവി എടുത്തി എന്ന് പറയണേ. എന്താ, കാണാൻ പാടില്ലാത്ത എന്തെങ്കിലും അലമാരയിലുണ്ടോ? ഒന്ന് പോ ദേവി എടുത്തി, അങ്ങനെയൊന്നുമില്ല, ദേവി എടുത്തി കൂടി സഹായിച്ചു എന്ന് പറയാണ്. അങ്ങനെ ഓരോരോ സാധനങ്ങളൊക്കെ എടുത്തു വെക്കുകയാണ്. ആഹാ, മിത്രക്ക് ഒരുപാട് സാരിയും ചുരിദാറൊക്കെ ഉണ്ടല്ലോ. ആ അതെ, ഒരുപാടുണ്ട്. ഞാൻ വീട്ടിലേക്കുള്ള
ഞാൻ വീട്ടിലുള്ള സമയത്ത് കോളേജിൽ പോവാണെങ്കിൽ എനിക്ക് ആഴ്ചയിൽ ഡ്രസ്സ് എടുത്ത് തരുമായിരുന്നു. അമ്മയും അച്ഛനും മാറി മാറി എടുത്തരും. അങ്ങനെ എനിക്ക് ഒത്തിരി ഡ്രസ്സുകളൊക്കെ ഉണ്ട്. പാകമാകുമ്പോ ഞാനത് പാകമാവുന്ന പിള്ളേർക്കൊക്കെ ഇടാൻ കൊടുക്കുമായിരുന്നു. എന്തായാലും നല്ല ഭംഗിയുള്ള ഡ്രസ്സുകളാട്ടോ മിത്രയുടെ, നല്ല സെലക്ഷൻ ഉണ്ട് എന്ന് പറയാണ്. ദേവിയടുത്തേക്ക് അങ്ങനെ തന്നെയാ, ദേവിയടുത്തേക്കൂടെ എടുക്കുന്ന സാരിയൊക്കെ ദേവിയടുത്തേക്ക് നല്ല ചേർച്ചയാ എന്നിങ്ങനെ പറയാണ്. അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദേവി ഈ ഒരു സാരി കാണുവാട്ടോ. ഹായ് മിത്ര, ഈ സാരി കാണാൻ നല്ല ഭംഗിയുടെ, ദേവിക്ക് മിത്രക്ക് ഒരുപാട് സാരി ഉണ്ടല്ലോ. അപ്പൊ മിത്ര ഇങ്ങനെ പറയുന്നുണ്ട് അതിനു മുമ്പ്, ദേവിയടുത്തേക്ക് എന്തെങ്കിലും സാരി വേണമെങ്കിൽ ഉടുക്കാൻ വേണ്ടി എടുത്തു കേട്ടോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയാണ്. ഞാൻ എന്തിനുണ്ടെങ്കിൽ ചോദിച്ചോളാം, എനിക്കൊരു സാരിയുടെ ആവശ്യമുണ്ട്. അടുത്ത ദിവസം വിദ്യേനെ ഒന്ന് പെണ്ണ് കാണാൻ വേണ്ടി ആൾക്കാർ വരുന്നുണ്ട്. അപ്പൊ ഉടുത്തു പോകാനായിട്ടാ. വെറുതെ മേടിച്ച് പൈസ കണ്ടല്ലോ, ഒരു ദിവസത്തെ കാര്യമല്ലേ, അതുകൊണ്ട് ആ ദിവസം മാത്രം മിത്രയുടെ ഒരു സാരി എനിക്ക് തന്നാ മതി. അതിനെന്താ ദേവിയെടുത്ത് ചോദിക്കൊന്നും വേണ്ട, ഇഷ്ടപ്പെട്ട സാരി ഉടുത്തിട്ട് ദേവിയെടുത്ത് പിന്നീട് എനിക്ക് തന്നാ മതി, അല്ലെങ്കിൽ ദേവിയെടുത്ത് തന്നെ വെച്ചോ, ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വന്ന് ചോദിച്ചോളാം എന്ന് മിത്ര പറയുന്നുണ്ട്. അതിനുശേഷം ഡ്രസ്സുകൾ എടുത്തു വെക്കുന്ന കൂട്ടത്തിലാണ് ഈ ഒരു സാരി കാണുക കേട്ടോ. ഹായ് മിത്ര, ഈ സാരി കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ എന്ന് പറയാണ്. ഈ സാരി ദേവിയെടുത്തേക്ക് അത്ര ഇഷ്ടമായോ? ഇഷ്ടമായി. അത് ആര്യൻ എന്ന് പറയാൻ പോകുന്ന ദേവിയെടുത്ത് പറയണ്ട, അയ്യോ മിത്ര ഈ സാരി ആട്ടോ എനിക്ക് ഇഷ്ടമായത്, ഈ സാരി ഞാൻ ഉടുത്തോട്ടെ, വിദ്യനെ പെണ്ണ് കാണാൻ വരുമ്പോ ആ സമയത്ത് ഞാൻ ഇത് ഉടുത്തോട്ടെ എന്ന് ചോദിക്കാണ്. ദേവിയെടുത്ത് അത് അല്ല, മിത്ര പറഞ്ഞില്ലേ ഏത് സാരി വേണ്ടി എടുത്തോളാം, എനിക്ക് ഈ സാരി ഭയങ്കര ഇഷ്ടമായി, ഈ കളർ നല്ല ഭംഗിയുണ്ട്, ഞാൻ ഇതുവരെ ഇങ്ങനത്തെ സാരി ഉടുത്തിട്ടില്ല മിത്ര, ഞാനിത് ഉടുത്തോട്ടെ എന്ന് ചോദിക്കാണ്. മിത്രക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാട്ടോ. ദേവിയെടുത്തേക്ക് അത്ര ഇഷ്ടപ്പെട്ടല്ലേ, ദേവി എടുത്തോളൂ എന്ന് പറയാണ്. അങ്ങനെ ദേവി മിത്ര എടുത്തു കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം മിത്ര എടുത്തിട്ടുള്ളൂ. അതിനുശേഷം ദേവിയാട്ടോ ആ സാരി എടുക്കണത്. ദേവി ആ സാരി എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും ആര്യനാകെ ഞെട്ടിപ്പോവാണ്. ഇത് ആ സാരിയല്ലേ, ഞാൻ വാങ്ങിച്ചെടുത്ത അതേ സാരി, ഇനി ദേവിയെടുത്ത് അതേപോലത്തെ സാരി ആ കടയിൽ നിന്ന് വാങ്ങിച്ചതായിരിക്കോ? എന്തായാലും മിത്രയുടെ ചോദിക്കാം എന്ന് പറഞ്ഞിട്ട് ആര്യനകത്തേക്ക് വരികയാണ്. മിത്രേ, അല്ല ദേവിയെടുത്ത് ഉടുത്തേക്കുള്ള സാരി അത് ആര്യൻ ഞാൻ പറയാൻ വിട്ടുപോയതാ. ഇന്നലെ അലമാര ഒതുക്കുന്ന സമയത്ത് ദേവിയെടുത്തേക്ക് ആ സാരി അത്രയ്ക്ക് ഇഷ്ടമായെന്നേ, അപ്പൊ ഒന്ന് ഉടുത്തിട്ട് തരട്ടെ എന്ന് ചോദിച്ചു എന്ന് പറയുമ്പോ ആര്യന്റെ മുഖം ഒന്ന് മാറുവാട്ടോ. എന്താ ആര്യന് ഇത് ഇഷ്ടമായില്ലേ? എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഇവിടെ ആനന്ദേട്ടന്റെ ഷർട്ട് ഞാൻ ഇടാറുണ്ട്, എന്റെ ബനിയൻ ആകാശേട്ടൻ ഇടാറുണ്ട്, അങ്ങനെയൊന്നും ഇല്ല. പിന്നെ പെട്ടെന്ന് ദേവിയെടുത്ത് ഇട്ട കണ്ടപ്പോഴേക്കും ഒരു ഷോക്ക് പോലെ, അത്രേ ഉള്ളൂ. ദേവിയെടുത്ത് തരുമോന്നേ, കുഴപ്പമൊന്നുമില്ലെന്ന് പറയണം. ശേഷം പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ദേവിയെടുത്ത് നമ്മുടെ മിത്ര മനഃപൂർവ്വം ഇങ്ങനെ ചോദിക്കട്ടെ, ദേവിയെടുത്ത് ആ സാരി ഇല്ലേ, അതെനിക്ക് നാളെ അമ്പലത്തിൽ പോകാൻ എടുക്കണോന്നുണ്ട്, അത് തരാവോ? അയ്യോ മിത്ര, ഞാനത് അലക്കിയിട്ടില്ലല്ലോ. ആ സാരില്ല ദേവിയെടുത്ത്, ഞാൻ അലക്കിക്കോളാം. അയ്യോ വേണ്ട, ഞാനിട്ട ഡ്രസ്സ് മിത്ര അലക്കാനോ? അതൊന്നും വേണ്ടെന്നേ, ഞാൻ അലക്കിയിട്ട് തന്നോളാം എന്ന് പറയാണ്. വേണ്ടെന്നേ, അത് നാളെ തന്നെ ഇടണം, അതുകൊണ്ടിട്ടാണ്, അത് ഞാൻ തന്നോളാം മിത്ര എന്ന് പറയാണ്. പക്ഷെ മിത്രക്ക് അത് കൊടുക്കണ ഒരു ലക്ഷണം ദേവി കാണിക്കണല്ലോ. ദേവിക്ക് അത് അത്രമാത്രം ഇഷ്ടമായി. സിമ്പിളും ആണ്, വിലയും കുറവാണല്ലോ, അപ്പൊ അതാണ് ദേവിക്ക് അത് ഇഷ്ടമായി കേട്ടോ. അങ്ങനെ മിത്ര വീണ്ടും ദേവിയുടെ ആ സാരി തന്നെയുള്ളല്ലോ, ഇത് ഞാൻ എങ്ങനെ ചോദിക്കും, അമ്മയെടുത്ത് പറയാം എന്ന് പറഞ്ഞു ഗോമതി അടുത്ത് കാര്യങ്ങൾ പറയണം. ഗോമതി പണ്ട ഇത്ര ഉള്ളു കാര്യം, അത് അവൾക്ക് അത് അത്ര ഇഷ്ടപ്പെട്ടതുകൊണ്ട് ചിലപ്പോ വെച്ചതായിരിക്കും, ഞാൻ ചോദിക്കാം. മോളെ ദേവി, ആ സാരി ഒന്ന് മിത്രക്ക് കൊടുക്കാവോ? അത് വേറൊന്നുമല്ല. എന്താ അമ്മേ, ഞാൻ ആ സാരി കൊടുക്കുന്നത് മിത്രക്ക് ഇഷ്ടമല്ലേ? മോളെ അതല്ലെന്നേ, അത് മിത്രക്ക് ആര്യ വാങ്ങിച്ചെടുത്ത സാരിയാണ്, അതാ അവൾക്ക് ഇത്ര ഒരു ഇത്. അങ്ങനെയാണോ? എന്നാന്ന് പറയണ്ടേ, ഞാൻ അത് എടുക്കില്ലായിരുന്നല്ലോ, അവൾ ആദ്യമേ പറഞ്ഞെങ്കിൽ ഞാൻ അത് എടുക്കില്ലായിരുന്നു. സാരില്ല, ഞാൻ അത് ഇപ്പൊ തന്നെ കൊടുക്കാൻ കേട്ടോ എന്ന് പറഞ്ഞിട്ട് ആര്യ മേടിച്ചെടുത്ത സാരിയല്ലേ മിത്ര, ഇത് നീ ആർക്കും കൊടുക്കാൻ പാടില്ലായിരുന്നു കേട്ടോ, നീ ഇനി ആർക്കും കൊടുക്കരുത് കേട്ടോ, ആര്യ നിനക്ക് അത്ര സ്നേഹത്തോടെ വാങ്ങിച്ചെന്നല്ലേ. പക്ഷെ ആര്യൻ എന്ത് വിചാരിച്ചിട്ടുണ്ടാവോ എന്തോ ഞാനിത് എടുത്തപ്പോ. കുഴപ്പമൊന്നുമില്ലെന്നേ, ആര്യന്റെ സന്തോഷമായി. കാരണം ഇവിടെ എല്ലാവരും ഡ്രസ്സുകൾ മാറ്റി ഇടാറുണ്ടല്ലോ, അതുപോലെ നമ്മളും ഡ്രസ്സുകളൊക്കെ പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യണം കാണുമ്പോൾ ആര്യന്റെ സന്തോഷമേ ഉള്ളൂ എന്നൊക്കെ പറയുന്ന ഒരു എപ്പിസോഡ് ഉണ്ട് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.